ഹായ് ഫ്രണ്ട്സ്, സജിനയാണ്. ഇന്ന് നമ്മൾക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള മപ്പാസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു 1/4 കപ്പ് പച്ചമല്ലി കുതിരാനായിട്ട് വെക്കണം. ആദ്യം ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ വേറെ വെള്ളം ഒഴിച്ച് കുതിർക്കാനാണ് ഞാൻ വയ്ക്കുന്നത്. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വേണം. ഇനി നമുക്ക് ബീഫ്, ഞാൻ ഇതുപോലെ കേട്ടോ മപ്പാസ് വെക്കാനാണെന്ന് പറഞ്ഞപ്പോൾ ഇതുപോലെ കട്ട് ചെയ്താണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇച്ചിരി വലിയ പീസായിരിക്കണം. പിന്നെ 3 ഏലക്ക, 6 ഗ്രാമ്പു, 6 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് തന്നെ എടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഒരു കുക്കർ എടുത്തിട്ട്, നമ്മുടെ ബീഫ് പെട്ടെന്ന് വേവണമെങ്കിൽ കുക്കറിൽ തന്നെ വേവിക്കണം. അപ്പോൾ കുക്കറിൽ ഞാനിതെല്ലാം കൂടി ഇടുവാണ്. ഞാൻ നാരങ്ങാ നീരൊഴിച്ചിട്ടാണ് ഈ ബീഫ് വൃത്തിയാക്കി എടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഏലക്കായും ഗ്രാമ്പുവും മാത്രമാണ് മസാലയായിട്ട് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കണം. ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ വെളിച്ചെണ്ണയൊന്നും ചേർത്തിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്യാം. പച്ചമുളകൊക്കെ നല്ലോണം ഉടയണം നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ. പിന്നെ ആവശ്യത്തിന് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഈ ബീഫിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരും. ഇനി നമ്മുടെ കുക്കറിൽ എത്ര വിസിലിനാണ് വേഗം വെച്ചാൽ അങ്ങനെ. ഞാനിവിടെ ഇപ്പോൾ 5 വിസിലിനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി ഇറങ്ങിയും വന്നിട്ടുണ്ട്. ഇത് ഫുള്ള് വേവണമെന്നില്ല കേട്ടോ, നമ്മൾ ഒന്നും കൂടെ വേവിക്കുമല്ലോ. ഇനി ഞാനിവിടെ ഒരു 5 പച്ചമുളക്, 2 സവാള, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 1 ചുള വെളുത്തുള്ളിയും ഇതുപോലെ ചതച്ചെടുക്കുക. പിന്നെ പൊടിക്കാത്ത മസാലകൾ, ജാതിപത്രി, പട്ട, ജാതിക്ക ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്, 2 തക്കോലം, 3 ഏലക്കായ, 5 ഗ്രാം. ഇനി ഞാനിവിടെ ഒരു ചെറിയ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർക്കാം. എന്നിട്ട് ഈ പൊടിക്കാത്ത മസാലകളെല്ലാം ജസ്റ്റ് ഒന്ന് അതിൽ ഇട്ടൊന്ന് പൊട്ടിക്കണം. ചെറുതായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ മൂത്ത് വന്നാൽ മതി. അതിനുശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, അത് രണ്ടും ആദ്യം തന്നെ ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയാൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ സവാള 2 എണ്ണം. സവാളയുടെ കളറ് മാറരുത്, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് ഈ സവാളയ്ക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ പച്ചമുളകിൻ്റെ എരിവ് നോക്കണം കേട്ടോ. നമ്മൾ വേറെ എരിവിനായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല. കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമാണ്. അപ്പം നല്ല എരിവുള്ള പച്ചമുളക് നമുക്ക് എത്ര എരിവ് കിട്ടുന്നോ അത്രയും ഇടാം. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. അതും എത്ര വേണമെങ്കിലും കറിവേപ്പില നമുക്ക് ചേർക്കാം കേട്ടോ. ഇതൊരു നാടൻ മപ്പാസാണ്. ഇപ്പോൾ നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് ചെറുതായിട്ടൊന്ന്, ഈ മഞ്ഞൾപ്പൊടിയുടെ കുത്തൽ വരരുതപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഞാനിവിടെ ചേർക്കുന്നത് മസാലയാണ്. ഞാൻ തന്നെ പൊടിച്ചെടുത്തൊരു മസാല കേട്ടോ. 2 ടീസ്പൂൺ പെരുംജീരകം, പട്ട, ഒരു വലിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പു, 1 തക്കോലം, 2 ഏലക്ക, ഇത്രയും ഇട്ട് പൊടിച്ചെടുത്തതാണ്. അതിൽ നമ്മൾ 1 ടീസ്പൂൺ മാത്രമേ എടുക്കുള്ളൂ. ബാക്കി നമുക്ക് വേറെ കറികൾക്കൊക്കെ യൂസ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ പച്ചമല്ലി കുതിർക്കാനിട്ടില്ലേ, അത് നന്നായിട്ട് അരച്ചെടുത്തതാണ്. നല്ലോണം അരച്ചെടുക്കണം. ഇത് ഒരു തരിയും പാടില്ല, തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം. അതും കൂടെ മിക്സ് ചെയ്യാം. ഇപ്പം നല്ല കുറുകിയ ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഈ പച്ചമല്ലി അരയ്ക്കുമ്പോൾ ഒരു പിടി കാഷ്യൂ നട്ടും കൂടി ഇടുകയാണെങ്കിൽ നല്ല
ടേസ്റ്റി ആയിരിക്കും. നല്ല കുറുകിയ ചാറും കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് കാഷ്യൂനട്ടൊന്നും ചേർത്തിട്ടില്ല. ഇത് മസാല ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ബീഫ് വേവിച്ച വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള അതിൽ കിടന്ന് നന്നായിട്ട് വെന്ത് അലിഞ്ഞു വരും. നന്നായിട്ട് ഇതുപോലെ തിളച്ച് കുറുകി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ബീഫ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിത് അടച്ചു വെച്ചൊന്നും കൂടെ വേവിക്കാറുണ്ട്. ഈ മസാലയിലെ ആ ടേസ്റ്റെല്ലാം നമ്മുടെ ബീഫിലേക്ക് പിടിക്കണ്ടേ. അപ്പോൾ അല്പനേരം ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. നല്ലോണം വെന്ത് ഇതുപോലെ നല്ലോണം കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ രണ്ടാം പാലിൽ കിടന്ന് നല്ലോണം കുറുകി വെന്ത് വരണം. ബീഫ് നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ വേവിക്കണം. ഞാനിത് ലോ ഫ്ലെയിമിലിട്ടാട്ടോ നല്ലോണം കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ നന്നായിട്ട് വേവുകയും ചെയ്യും. ഇനി ഇത്തിരി എരിവ് കുറവുള്ളതുകൊണ്ട് ഒരു 3 പച്ചമുളകും ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ അവസാനം നമ്മുടെ ഫസ്റ്റ് പാലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫസ്റ്റ് പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് അല്പം കടുക് പൊട്ടിച്ച് ചേർക്കാം. അവസാനം നമ്മൾ എന്ത് ചേർക്കുന്നു അതിൻ്റെ ഒരു രുചി നമ്മുടെ കറിക്ക് കിട്ടും. പിന്നെ പൊടിക്കാത്ത കുറച്ച് മസാലയും ഗ്രാമ്പു, ഏലക്കായ, പട്ട ഇത്രയും നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നല്ല എരിവ് കറിക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ തന്നെ ചേർക്കാം. ചെറുതായിട്ടൊന്ന് കുരുമുളക് ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് മിക്സ് ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇതിട്ടില്ലെങ്കിലും ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നല്ല സൂപ്പർ മപ്പാസാണ്. നല്ല ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കിയേക്കുന്നതാണ്. നല്ല സോഫ്റ്റ് ബീഫായിരിക്കും. നമ്മൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും അപ്പോൾ ഈ ന്യൂ ഇയറിന് ഉണ്ടാക്കി നോക്കാം. അപ്പം, ബ്രെഡ്, ചപ്പാത്തി, പുലാവ് ഇതിൻ്റെയൊക്കെ ഒപ്പം നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.